തരുൺ മൂർത്തിയുടെ സംവിധാനത്തിൽ മോഹൻലാൽ നായകനായി എത്തിയ തുടരും തിയേറ്ററിൽ മികച്ച അഭിപ്രായം നേടുകയാണ്. പ്രേക്ഷകർ കാണാൻ ആഗ്രഹിച്ച മോഹൻലാൽ എന്ന നടന്റെ പ്രകടനം തിരികെ കിട്ടിയെന്ന സന്തോഷമാണ് ആരാധകർ പങ്കുവെക്കുന്നത്. എമ്പുരാനിൽ സ്റ്റൈലിഷ് മാസ് അവതാരമായ മോഹൻലാലിനെയാണ് ആഘോഷിച്ചതെങ്കിൽ ഈ സിനിമയിൽ വിൻറ്റേജ് മോഹൻലാലിനെ കാണാം. ഫീൽ ഗുഡ് പോലെ തുടങ്ങുന്ന സിനിമ ഇടവേളയോടടുക്കുമ്പോൾ ത്രില്ലർ മൂഡിലേക്ക് മാറുന്നു. 2 മണിക്കൂർ 46 മിനിറ്റാണ് സിനിമയുടെ റൺ ടൈം. മോഹൻലാലിൻ്റെ കരിയറിലെ 360-ാം ചിത്രമാണിത്. കൂടാതെ ശോഭനയാണ് ചിത്രത്തിലെ നായിക. 15 വർഷത്തിന് ശേഷം മോഹൻലാലും ശോഭനയും ഒരുമിച്ചെത്തുന്ന ചിത്രം കൂടിയാണിത്. രജപുത്രയുടെ ബാനറിൽ എം രഞ്ജിത്താണ് ചിത്രത്തിൻ്റെ നിർമ്മാണം. ഫസ്റ്റ് ഷോ കഴിഞ്ഞത് മുതൽ സിനിമയുടെ ടിക്കറ്റ് വിൽപ്പനയിൽ വലിയ കുതിപ്പാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴിതാ സിനിമയുടെ ഫസ്റ്റ് ഡേ കളക്ഷൻ റിപ്പോർട്ടാണ് പുറത്തുവരുന്നത്. ആഗോളതലത്തിൽ ചിത്രം 11 കോടി കളക്ഷൻ നേടിയതായാണ് സ്നാക്സിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. കേരളത്തിൽ നിന്നും ചിത്രം 5.25 കോടിയാണ് നേടിയിരിക്കുന്നത്. സിനിമയുടെ ഓവർസീസ് കളക്ഷൻ റിപ്പോർട്ട് 5 കോടിയും ഇന്ത്യ ഗ്രോസ് കളക്ഷൻ 6.10 കോടിയുമാണ്. ജനപ്രീതി കണക്കിലെടുക്കുമ്പോൾ വരും ദിവസങ്ങളിൽ സിനിമയുടെ കളക്ഷൻ കുത്തനെ ഉയരാനാണ് സാധ്യത. ചിത്രത്തിന് ഓരോ മണിക്കൂറിലും വലിയ കുതിപ്പാണ് ടിക്കറ്റ് വിൽപ്പനയിൽ ഉണ്ടാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ബുക്ക് മൈ ഷോയിൽ ചൂടപ്പം പോലെയാണ് ടിക്കറ്റുകൾ വിറ്റൊഴിയുന്നത്. 1 മണിക്കൂറിൽ 6000 ടിക്കറ്റുകൾ പോയിക്കൊണ്ടിരുന്നിടത്ത് ആദ്യ ഷോ കഴിഞ്ഞതോടെ 35,000 മാറി. റിലീസിന് ശേഷം ഒരു മലയാള സിനിമയ്ക്ക് ലഭിക്കുന്ന ഏറ്റവും ഉയർന്ന ഓൺലൈൻ ബുക്കിംഗ് ആണിത്. വലിയ പ്രമോഷനോടുകൂടി വന്ന എമ്പുരാന് പോലും റിലീസിൻ്റെ ആദ്യ ദിനത്തിൽ മണിക്കൂറിൽ 28,000 ടിക്കറ്റുകളാണ് വിറ്റുപോയത്. പല തിയേറ്ററുകളിലും ചിത്രത്തിനായി അഡീഷണൽ ഷോകൾ സംഘടിപ്പിക്കുന്നുണ്ട്. എമ്പുരാൻ സിനിമയുടെ ടിക്കറ്റ് വിൽപ്പനയിലെ റെക്കോർഡുകൾ ഇപ്പോൾ തുടരും തിരുത്തിയിട്ടുണ്ട്. പ്രദർശനത്തിനെത്തി ആദ്യ മണിക്കൂറുകളിൽ 30,000-ലധികം ടിക്കറ്റുകൾ ബുക്ക് മൈ ഷോയിലൂടെ ചിത്രം വിറ്റഴിച്ചെന്നാണ് റിപ്പോർട്ട്. ഇത് റിലീസിന് ശേഷം എമ്പുരാൻ വിറ്റഴിച്ച ടിക്കറ്റിനേക്കാൾ അധികമാണ്. ഫാമിലി ഡ്രാമ സ്വഭാവത്തിൽ ഒരുങ്ങുന്ന തുടരും എന്ന സിനിമയിൽ ഒരു സാധാരണ ടാക്സി ഡ്രൈവറുടെ വേഷത്തിലാണ് മോഹൻലാൽ എത്തുന്നത്. ബിനു പപ്പു, ഫർഹാൻ ഫാസിൽ, മണിയൻ പിള്ള രാജു, തോമസ് മാത്യു, ഇർഷാദ് തുടങ്ങിയവരാണ് ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിലെത്തുന്നത്. നിരവധി പുതുമുഖങ്ങളും ചിത്രത്തിൽ എത്തുന്നുണ്ട്. ഷാജി കുമാറാണ് ചിത്രത്തിൻ്റെ ഛായാഗ്രഹണം. എഡിറ്റിംഗ് നിഷാദ് യൂസഫ്, ഷെഫീഖ് വി. സംഗീതം ജേക്സി ബിജോയ്, എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ അവന്തിക രഞ്ജിത്ത്, ശബ്ദ സംവിധാനം വിഷ്ണു ഗോവിന്ദ്, കലാസംവിധാനം ഗോകുൽദാസ് എന്നിവരാണ്.